ഷെയ്ഖ് സജ്ജാദ് ഗുൽ. കേരളത്തിന് ഈ പേര് ഒട്ടും പരിചയമുള്ളതല്ല. പക്ഷേ ഈ വ്യക്തി കേരളത്തിലും വന്നിട്ടുണ്ടത്രേ, ഇവിടെ പഠിച്ചിട്ടുണ്ടത്രേ. പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രമാക്കി തൻ്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കശ്മീർ സ്വദേശി. ഇപ്പോൾ പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനെന്ന് അന്വേഷണ ഏജൻസികൾ ഉറപ്പിച്ചിരിക്കുന്നു. കൊടും ക്രിമിനലായ ഷെയ്ഖ് സജ്ജാദ് ഗുൽ ഏപ്രിൽ 22-ന് 26 പേരെ നിഷ്കരണം ഇല്ലാതാക്കിയ പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സജ്ജാദ് ഗുലിൻ്റെ തലയാണ്. അയാൾ ഉൾപ്പെടുന്ന സംഘടനയാണെന്ന് അന്ന് തന്നെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് ശരിയാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. കശ്മീരിൽ ജനിച്ചു വളർന്ന 50 വയസ്സുകാരനായ ഗുല്ലാണ് ലഷ്കർ ഇ തോയ്ബയുടെ പിന്തുണയുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവൻ. സജ്ജാദ് ഗുൽ കേരളത്തിൽ ലാ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിറങ്ങിയതായാണ് വിവരം. പക്ഷേ എവിടെയാണ് പഠിച്ചതെന്നുള്ള വിവരമൊന്നും ഏജൻസികൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അറിവ്. അത് ഒരു വിഷയമല്ല. പക്ഷേ ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇയാൾ ബംഗളൂരിൽ നിന്നും MBA പൂർത്തിയാക്കിയിട്ടാണ് ഈ ഭീകര പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സജ്ജാദ് അഹമ്മദ് ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുൽ നിരവധി ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ആസൂത്രനായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 2020-നും 2024-നും ഇടയ്ക്ക് മധ്യദക്ഷിണ കാശ്മീരിൽ നടന്ന നിരവധി ആക്രമണങ്ങളിൽ ഇയാളുടെ വ്യക്തമായ സുപ്രധാനമായ പങ്ക് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. 2023-ൽ മധ്യ കാശ്മീരിൽ നടന്ന ഗ്രനേഡാക്രമണങ്ങൾ, ബ്രിജ് ബെഹ്റ, ഗംഗാഗിർ, ഗണ്ടർബാലിലെ ഈസറ്റ് മോട്ടാൻ എന്നിവിടങ്ങളിൽ ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ, ഇതിലൊക്കെ ഈ ഗുലിന് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട്. ശ്രീനഗറിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ വ്യക്തി ബംഗളൂരിൽ നിന്നും MBA കഴിഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വന്നത്. അതിനുശേഷം കാശ്മീരിലേക്ക് തിരികെ പോയ ഗുൽ എന്താണ് ചെയ്തത്? അവിടെയൊരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് ലാബ് ആരംഭിച്ചു. ഇതിൻ്റെ മറവിലാണ് ഭീകരവാദ ഗ്രൂപ്പിനെ സഹായിച്ചു തുടങ്ങിയത്. അവിടെ നിന്നുമാണ് അയാൾ കൊടും ക്രിമിനലായി മാറിയത്. ഭീകരവാദ സംഘടനയുടെ പ്രത്യക്ഷ പ്രവർത്തകനായിരിക്കെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ 2002-ൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോഗ്രാം RDXുമായി ഇയാളെ പിടികൂടിയിരുന്നു. 10 വർഷത്തെ തടവിന് 2003 ഓഗസ്റ്റ് 7-ന് ഗുൽ ശിക്ഷിക്കപ്പെട്ടു. ജയിൽ മോചിതനായി 2017-ൽ പാകിസ്ഥാനിലേക്ക് നാട് കടന്നു. 19-ൽ തിരികെ കാശ്മീരിലേക്ക് വന്ന് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ഉണ്ടാക്കി രാജ്യത്ത് അസ്ഥിരതയുടെ വിത്തുകൾ പാകാൻ തീരുമാനിച്ചു. പാകിസ്ഥാനിലെത്തിയ ഗുലിനെ ISI ആണ് ലഷ്കർ ഇ തോയ്ബയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായി TRFനെ നിയന്ത്രിക്കാൻ ഗുലിനെ ഏൽപ്പിച്ചത്. 2022-ന് ദേശീയ അന്വേഷണ ഏജൻസികൾ ഗുലിൻ്റെ തലയ്ക്ക് 10 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. കൊടും ഭീകരനായ ഗുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ്റെ ചെയ്തികൾ കാട്ടിക്കൊടുക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.